മഹാകുംഭമേളയിലൂടെ വൈറലായ ചാരക്കണ്ണുള്ള മൊണാലിസ എന്നറിയപ്പെടുന്ന മോണി ബോൺസ്ലെ കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഫെബ്രുവരി 14-ന് കോഴിക്കോട് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായിട്ടാണ് മൊണാലിസ വരുന്നത്. ബോച്ചെ തന്നെയാണ് ഇക്കാര്യം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത്. മൊണാലിസയുടെ വീഡിയോയും ബോച്ചെ പങ്കുവച്ചിരുന്നു. ഹണി റോസിന്റെ അറസ്റ്റിനും ജയിൽവാസത്തിനും ശേഷം ബോബി ചെമ്മണ്ണൂർ പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടി കൂടിയാണ് ഇത്. ലക്ഷങ്ങൾ പ്രതിഫലം നൽകിയാണ് ഉദ്ഘാടനത്തിനായി മൊണാലിസയെ എത്തിക്കുന്നത്. ഇത് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 ലക്ഷം രൂപയാണ് താരത്തിന് പ്രതിഫലമായി നൽകുന്നത് എന്നാണ് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉദ്ഘാടനത്തിന് വരുന്ന സെലിബ്രിറ്റികൾക്ക് നൽകുന്നത് പോലെ കുറഞ്ഞത് 2 പവന്റെ ആഭരണങ്ങളെങ്കിലും നൽകാൻ സാധ്യതയുണ്ടെന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്. പെൺകുട്ടിക്ക് മികച്ച വിദ്യാഭ്യാസത്തിന് അവസരം നൽകണമെന്നും അതിനു കൂടി ബോച്ചെ ശ്രമിക്കണമെന്നും ചിലർ നിർദ്ദേശിക്കുന്നുമുണ്ട്. ഇൻഡോറിൽ നിന്നുള്ള മാല വിൽപ്പനക്കാരിയാണ് മൊണാലിസ. ഇരുണ്ട നിറവും ചാരക്കണ്ണുകളും മനോഹരമായ പുഞ്ചിരിയുമൊക്കെയുള്ള പെൺകുട്ടിയുടെ ചിത്രങ്ങൾ വ്ളോഗർമാർ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് താരം വൈറലായത്. പിന്നാലെ സിനിമയിലേക്കും മൊണാലിസയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്രയുടെ സിനിമയിലൂടെയാണ് മൊണാലിസ അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലൂടെയാകും മൊണാലിസ എത്തുക. ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് പെൺകുട്ടിക്ക് 21 ലക്ഷം രൂപയും പ്രതിഫലമായി ലഭിക്കുമെന്നും സൂചനയുണ്ട്.